അപ്പു ഉണ്ട്. Morning, Apu. Good day. നല്ല വക്കീലിനെ വെക്കാൻ അച്ഛന് കാശില്ലാണ്ടല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതുപോലെ ഇൻസൾട്ട് ചെയ്തേനെ. ഇല്ല, കാശുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്യില്ല. എന്തിനെങ്ങനെ ഒരു കല്യാണം കഴിക്കുന്നേ? എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞ എന്റെ കൂട്ടുകാരനെ കളിയാക്കും. വേണ്ട അമ്മേ, വേണ്ട. എനിക്ക് രഘുമാമനെ ഇഷ്ടല്ല. I hate him. I don't like him. അപ്പു, I hate him. I hate him. തിരക്കുണ്ടോ? കോടതിയിൽ അത്രയ്ക്കൊരു ഹരാസ്മെന്റ് ഞാൻ ആഗ്രഹിച്ചതല്ല. വക്കീലന്മാർക്ക് അവരുടെ കേസ് ജയിക്കണ്ടേ? അതിനോരോന്ന് പറയും. അതൊന്നും കാര്യാക്കണ്ട. അതല്ല, കൗണ്ടർ ക്രോസിംഗിൽ രാജേട്ടന്റെ വക്കീൽ എന്നെ ഉപദ്രവിച്ചില്ല, അപമാനിച്ചില്ല. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? വ്യക്തിപരമായി ഹരാസി എന്ന് പറഞ്ഞ ഞാൻ ആരെ ഹരാസിയെന്ന്? എന്റെ അപ്പൂന്റെ അമ്മ. സാധാരണ രീതിയിലുള്ള ബഹളങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ വക്കീലിനോട്. പിരിയാനാണ് തീരുമാനം. എങ്കിൽ പിന്നെ കഴിയുന്നത്ര മുറിയാതെ, മുറിപ്പെടുത്താതെ കോടതിയിൽ വെച്ച് അപ്പു ബഹളം ഉണ്ടാക്കി ഒന്നും കാര്യാക്കണ്ട. അപ്പോഴത്തെ എന്റെ ശ്വാസം മുട്ടൽ കണ്ടപ്പോ അവന് അതിപ്പോ എന്റെ സ്ഥാനത്ത് നന്ദുവായിരുന്നല്ലോ അപ്പു റിയാക്ട് ചെയ്തേനെ. ഞാനത് കാര്യാക്കിയിട്ടില്ല. എന്നുവെച്ച് രഘു അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ എനിക്ക് പേടിയാ. നമ്മൾ പിരിഞ്ഞേ തീരൂ. അപ്പുവിന്റെ ഭാവി, വെൽബീയിങ്, അത് മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ. ഒരു ഭർത്താവായോ സുഹൃത്തായോ ഒന്നും ഞാൻ രഘുവിനെ കാണുന്നില്ല. കൊടും ചതിയാ ഞാൻ ചെയ്യുന്നത്. അപ്പോഴൊഴികെ ആരെയും ഒന്നിനെ ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുക. രാജേട്ടനറിയാം എന്തിനൊരു തുണ വേണ്ടവളാണ് ഞാൻ. ചില സ്ത്രീകൾ പാതി പറഞ്ഞിട്ട് ബാക്കി പറയാതെ പോയി കളയും. ധൈര്യം കിട്ടില്ല. പക്ഷെ നന്ദു അങ്ങനെയല്ല, പറയും. സ്വന്തം കാര്യം എവിടെയും എപ്പോഴും തുറന്നു പറഞ്ഞ് ജയിച്ചിട്ടുള്ള വലിയൊരു കച്ചവടക്കാരന്റെ മകളാ നന്ദു. അവൾ ആരോടും എന്തും പറയും. 12 അണയുടെ കൊയിനാഗുളിയെ മേടിക്കാൻ ഗതിയില്ലാതെ മലമ്പന് പിടിച്ചേർത്ത അച്ഛന്റെ മോനാ ഞാൻ. 17 രൂപ പലചരക്കടെ കടം. കടയിൽ നിന്ന് പറ്റുകയല്ല. പെരുമഴ, അരും പട്ടിണി. മൂത്ത ഞാനാ. എന്റെ ഇളയത് 2 പെൺകുഞ്ഞുങ്ങളാ, ഇരട്ടകളാ. 6 വയസ്സ്. പിന്നെ അമ്മ. 4 വയറങ്ങനെ വിശന്ന് പൊരിയ. അയലത്തെ പറമ്പിലൊക്കെ കപ്പയും വാഴയും അങ്ങനെ വിളഞ്ഞു നിൽക്കുക. കക്കാനും വരക്കാനും തോന്നിയില്ല. നമുക്ക് ചത്തേക്കാടാ മോനെ എന്ന് അമ്മ പറഞ്ഞപ്പോ വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. കിണറ്റ് കയറുകൊണ്ട് പരസ്പരം കെട്ടിയാ പുഴച്ചാടി. ഒഴുക്കത്ത് കരിമ്പാറിലിടിച്ചപ്പോ കെട്ടഴിഞ്ഞു. കൊച്ചമണിയും കുഞ്ചലക്ഷ്മിയും പെരിയാറ്റിലെ കയറ്റി കിടന്ന് കരഞ്ഞ് കറങ്ങി താടുതാണ് പോയപ്പോ രക്ഷിക്കാനുള്ള കരുത്തില്ല ഞങ്ങളേക്ക്. ഇപ്പം കാണുന്ന ഈ ജാടയൊക്കെ പിന്നീട് ബലം പിടിച്ചുണ്ടാക്കിയതാ. വലിയ വിശേഷമൊന്നുമില്ല. പറയേണ്ട കാര്യം നേരെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ല. എങ്ങനെ ഉണ്ടാകാനാ? തച്ചറായി കുഞ്ഞിരാമന്റെ ചോരയല്ലേ. ഇതിന് ഇത്രയൊക്കെയുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പക്ഷേ സ്വന്തം കാര്യം പറയാനേ വിലക്കുറവുള്ളൂ. നന്ദു പറയാമെന്ന് എന്താന്ന് ഞാൻ പറയട്ടെ.
അപ്പൂന് ഞാൻ ഇനി കാണരുത് ഒരിക്കലും. അത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ ഞാൻ ഇവിടെ വിട്ടു പോകണം എന്നേക്കുമായി. വേണേ കുറച്ച് കാശും തരും. അത് ഞാൻ ഉദ്ദേശിച്ചില്ല. സന്തോഷം. എനിക്ക് ഇത്തിരി കാശ് ഒന്ന് ഒഴിവാക്കാൻ അങ്ങനെ എന്റെ നന്ദൂന് തോന്നിയില്ലല്ലോ. താങ്ക്സ്. പോയിക്കോളാം. വാക്കാ ഏറിയ ഒരാഴ്ച. അപ്പോ വോളിയം കുറയ്ക്കേ. ഹലോ, ശങ്കർ ഹിയർ. ആരാ? ഉണ്ടല്ലോ. എടാ അപ്പു, നിനക്ക് ഫോൺ. എവിടെ അപ്പു? നന്ദേച്ചിയുടെ മുറിയിലുണ്ടാവും. കമ്പറച്ചെറുക്കനോട് ആരാ വിളിക്കുന്നേ? നിന്റെ അമ്മളാ നായര്. ആരാന്നാ പറയണ്ടേ? അപ്പോ അപ്പു ഇവിടെ നന്ദേച്ചി? ഒരു ഫോണുണ്ട്. അപ്പോ അപ്പു ഇവിടെ ഇല്ലല്ലോ. അവനിവിടെ ഉണ്ടായിരുന്നല്ലോ. തീരെയും വെച്ചിട്ട് ചെക്കനത് എവിടെ പോയി? അപ്പു എവിടെയെന്ന് ഫോൺ എടുക്കണം. അപ്പു, എടാ അപ്പു, അപ്പു. ഹലോ. അതെ, എവിടെ? സ്ഥലം മനസ്സിലായി. അരുവാ വളവിന് 2 കിലോമീറ്റർ അപ്പുറത്ത്. ഞങ്ങളിതേ പുറപ്പെട്ടു. അരുവാ വളവാണോ? അപ്പൊ തിരക്കൂട്ടന്നെ. പക്ഷേ സംഗതി പോസ്റ്റ്മോർട്ടം കേസാ. കുട്ടി ഒറ്റയ്ക്കാണോ? എങ്ങടാ? പോലീസ് ഹൈവേ പെട്രോളായിരിക്കും. മിനിമം 200 നെറ്റിമ പൊറിക്ക. പക്ഷേ കേറി വാ മക്കളെ, കേറി വാ. ഇറന്ന് തിന്നണവനെ തുറന്നിരുന്ന പാർട്ടിയാ. വണ്ടി നിർത്തണം. എന്താ സാറേ? എന്താ? അപ്പു എവിടാടാ? അപ്പു ദേവരാജ, വേഷം കെട്ട് വേണ്ട. നിന്റെ മകൻ അപ്പു. അവൻ എവിടാന്നാ ചോദിച്ചത്? കേറി നോക്കടോ. സാറേ, എന്റെ മോൻ എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? അവൻ എവിടെ പോയി? അങ്ങോട്ട് നോക്കടോ. സാർ ഇവിടെ ഉണ്ട്. സാറേ, അതെന്റെ മോനാ. ഞാൻ അവനെ കൊണ്ടുപോയെങ്കിൽ തന്നെ അതൊരു തട്ടിക്കൊണ്ടുപോക്കല്ല. പക്ഷെ ഇതെനിക്കറിയില്ല. അവൻ വന്ന് കയറി ഞാൻ കണ്ടില്ല. നായിന്റെ മോനെ. അത് നിന്റെ തന്ത. ഇറകൈ ജോർജ്. ജോർജ് വിട്ടല്ലോ. ഇതേ എന്റെ കുടുംബകാര്യ. ഇതിനിടെ കയറി മെഴുകാറുണ്ടല്ലോ. മറ്റേ മോനെ കൊന്നുകളയും ഞാൻ. അവൻ എന്തിനാ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നു? അവൻ എപ്പോഴാ വണ്ടി വന്ന് കയറി? അറിയില്ല. അവൻ പേടിച്ചോടി വന്ന ലക്ഷണമുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ നമ്മുടെ അപ്പം അങ്ങനെ ചെയ്യില്ല. എന്താ സംഗതി എന്ന് ചോദിച്ചറിഞ്ഞോ? ഇല്ല. അറിയണം. അത് കണ്ടോ, ആ ഒരു മുറിയിൽ മാത്രമേ വെട്ടുള്ളൂ. അമ്മയും മോനും വെട്ടത്തില്, നമ്മൾ ഇരുട്ടിലും. അത് പോരെ കുട്ടാ. നിന്റെ ഒരു പരിചയക്കാരനുണ്ടല്ലോ, പിശാചിന്റെ പേരിലൊരുത്തൻ, കാശ് കൊടുത്ത ആളെ കൊല്ലുന്ന അവനോ? ഉടനെ വേണ്ട. നിൽക്ക കേളിക്ക് അച്ഛൻ്റെ ഒരു ക്ലൂ ഇട്ട് തന്നു എന്ന് മാത്രം മതി. അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. മുത്തശ്ശനെ കൊന്നത് അച്ഛനല്ല. ഇതൊന്നും നീ ഇന്ന് ചെയ്തതിന് എക്സ്ക്യൂസ് അല്ല അപ്പോ. അമ്മ ചെയ്യാൻ പോകുന്നതിന് എന്താ എക്സ്ക്യൂസ്? വേറെ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു നിന്നെ? ആര്? നിന്റെ അച്ഛൻ. അച്ഛനല്ല പഠിപ്പിച്ചത്, മുത്തശ്ശിയാണ്. യുവർ മദർ. അമ്മ എന്തു പറഞ്ഞു? മുത്തശ്ശനെ കൊന്നത് രഘുമാമനാണെന്ന്. വലിയമാവനുണ്ട്. അപ്പോ കള്ളം പറയരുത്.
വർഷങ്ങളായി അമ്മ സംസാരിച്ചിട്ടില്ല. ആദ്യ മയക്കത്തിൽ സംസാരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മുത്തശ്ശി കരയും. മുത്തശ്ശി തനിയെ സംസാരിക്കുന്നത് ഒരിക്കൽ വല്യമ്മ കേട്ടു. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ ചട്ടനന്ന് മുത്തശ്ശിയെ കൊന്നേനെ. അമ്മ അവരൊന്നും ചെയ്യില്ല. അമ്മ പണക്കാരിയല്ല, പക്ഷെ എന്നെ കൊല്ലും. വേണ്ട. ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത് അമ്മേ? എന്താ ചെയ്യേണ്ടത്? എല്ലാവരും തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ അപ്പ പറഞ്ഞത് സത്യമാണോ? ആണോ അമ്മേ? സത്യമാണെങ്കിൽ അമ്മ എങ്ങനെ അതറിഞ്ഞു? മരിക്കുന്നതിന് മുൻപ് അച്ഛൻ വല്ലതും പറഞ്ഞിരുന്നോ? അമ്മേ, എന്റെ എന്നോട് മാത്രം ഇതുവരെ ഒന്നും പറയാഞ്ഞത്. എന്റെ ജീവിതം തകർന്നടിയുന്നത് അമ്മ കാണുന്നില്ലേ? ഞാൻ കൂടുതൽ നാശത്തിലേക്കാണ് നടക്കുന്നത്. രഘു ആണോ അച്ഛനെ? ആണോ അമ്മേ? ആണോ? എന്താടാ? വല്ലാത്തൊരു കാറ്റേ. ബുദ്ധിയുള്ള കുട്ടിയാണ്. ഹൂ ഈസ് ഹൂ അത് എളുപ്പം മനസ്സിലാക്കുന്ന ആളാണ്. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നന്ദു ദേവരാജനെ ഉപേക്ഷിക്കുമായിരുന്നു. അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാണ്. അതേ ഇഷ്ടം അമ്മയോടും ഉണ്ട്. നന്ദു നല്ല അമ്മയാണെന്ന് അപ്പുവിനറിയാം. എന്നിട്ടും അമ്മ ദേവരാജനെ പിരിയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ അപ്പു? അതെന്താ അപ്പു ആലോചിക്കാത്തത്? ദേവരാജൻ ഒരു നല്ല അച്ഛനല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അവന്റെ പശ്ചാത്തലം നീ ഓർക്കണം. ഓർഫനേജ്, സെൻട്രൽ ജയിൽ, ഗുണ്ടായിസം, അടിപിടി. ഓക്കെ, ഇപ്പോഴത്തെ ദേവരാജൻ നല്ല ആളായിരിക്കാം. പക്ഷേ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് അത്ര ഒരാളോടെ താമസിക്കാന്ന് വെച്ചാൽ അതൊരു സേഫാണോ അപ്പു? ദേവരാജന്റെ പഴയ ഏതെങ്കിലും കേസുകൾ പൊങ്ങി വന്നാൽ അവൻ വീണ്ടും ജയിലിലായാൽ നീ എന്ത് ചെയ്യും? മടങ്ങി വന്നാലും നന്ദു നിന്നെ സ്വീകരിക്കും. പക്ഷേ രഘു എതിർത്താൽ നന്ദുവിന് ഒരിക്കലും നിന്നെ രക്ഷിക്കാനാവില്ല. രഘുമാമൻ എന്നെ കൊന്നാലോ? രഘുമാമൻ എന്നെ കൊല്ലും ഉറപ്പാ. അമ്മ രക്ഷിക്കൂ എന്നെ? അതോ ഞാനൊന്ന് ഫോൺ ചെയ്താലുടൻ ഫാദർ ഓടി വന്ന് എന്നെ രക്ഷിക്കോ? അപ്പോ ഭ്രാന്ത് പറയാതെ. അച്ഛൻ കേട്ടില്ലേ? ഇതാണിവൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു ഉപദേശവും തരാനില്ലേ അച്ഛന്? രഘുമാമനെ കല്യാണം കഴിക്കേണ്ട എന്നൊരു ഉപദേശം തന്ന അമ്മ അതനുസരിക്കോ? അപ്പു മതി, ഇനി വന്നേ പറയട്ടെ. വേണ്ട, എന്നെ രക്ഷിക്കാൻ ഫാദറെങ്കിലും ഉണ്ടാവും ഞാൻ കരുതിയത്. ഞാൻ അത്ര സീരിയസ് ആയി ഫോണിലൂടെ പറഞ്ഞൊന്നും ഫാദർ വിശ്വസിച്ചില്ലല്ലോ.
അപ്പു 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 വിളിച്ചിരുന്നോ? അവനങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും. ഇന്നലെ വിളിച്ചിരുന്നോ? വിളിച്ചെന്നേ, ചുമ്മാ. വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. നന്ദു, ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ, പ്രത്യേകിച്ച് അപ്പുവിനെ പോലെ ലേശം മദർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ, അമ്മയ്ക്കും തനിക്കുമിടയിൽ മറ്റൊരു പുരുഷനെ അംഗീകരിക്കില്ല. ചില കുഞ്ഞുങ്ങള് സ്വന്തം അച്ഛനെ പോലും അംഗീകരിക്കില്ല. പക്ഷെ അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാ. എന്നാൽ രഘു അതൊരു പ്രശ്നം തന്നെയാ. ആ അനിഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. നന്ദു ഏതായാലും പുനർവിവാഹത്തിന് തീരുമാനിച്ചു. അതിന്റെ തെറ്റും ശരിയും വിവേചിക്കാൻ ഞാൻ ആളല്ല. തന്നെയുമല്ല, ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്ദു എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചതുമില്ല. അല്ല, അങ്ങനെ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും തീരുമാനിച്ചു. ഇനി അതിന്റെ സുഗമമായ നടത്തിപ്പാണ് നമുക്ക് ആവശ്യം. അപ്പുവിന്റെ റിവോൾട്ടിംഗ് ആറ്റിറ്റ്യൂഡ് നന്ദുവിന് ഒരു നിത്യ തലവേദനയായിരിക്കും. അവന്റെ പ്രതിഷേധം ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട്. ദേവരാജനെ പരിപൂർണമായും അപ്പുവിൽ നിന്നും അകറ്റുക. അത് സാധിക്കില്ല. സാധിച്ചല്ലേ പറ്റൂ. ആ കാര്യം ഞാൻ ഏറ്റു. അപ്പുവിന്റെ ഫോൺ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. പോട്ടെ നന്ദു, ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ചണ്ടിപ്പണ്ടാരൊക്കെ കെട്ടിപ്പെറുക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ദേവരാജന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് സ്ഥലം വിടണം. എങ്ങോട്ട്? തൽക്കാലം എന്റെ ഓർഫനേജിലേക്ക്, അവിടുന്ന് പിന്നെ എങ്ങോട്ടെങ്കിലും. ഏതായാലും നന്ദു ഇനി അവനെ കാണില്ല, ഒരിക്കലും. നാട് വിട്ടു പോണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത്. തൽക്കാലം അപ്പു ഇതൊന്നും അറിയണ്ട. രാജേട്ടനെ കാണാതെ വരുമ്പോ അവ സംശയിക്കില്ലേ? എന്ത് സംശയിക്കാൻ? എവിടെയോ പോയി. കുറച്ചു കാലത്തേക്കൊരു വിഷമം കാണും. പിന്നെ പിന്നെ അവൻ ദേവരാജനെ മറക്കും. അത് വലിയ കാര്യമൊന്നുമല്ല നന്ദു. നന്ദുവിന് നല്ലതേ വരും. ഞാൻ പ്രാർത്ഥിക്കാം. വരട്ടെ.